റെജി ലോക്കോസ്, ഇവിടെ ജാവദേക്കറെ പോയി കണ്ട ഇ.പി. ജയരാജനെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും ഇ.പിക്കെതിരെ ഒടുവിൽ നടപടിയെടുക്കേണ്ടി വന്നില്ലേ? അത് തെറ്റെന്ന് വിലയിരുത്തേണ്ടി വന്നില്ലേ? അന്ന് ഈ ശിവനും പാപിയും എന്നൊക്കെ പറഞ്ഞതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെന്താ ഇപ്പോൾ ശിവനും പാപി ഇല്ലേ? ADGP പോയി RSS നേതാക്കളെ കാണുമ്പോൾ ആശ്വി ഒരു അല്പസമയം തരണം, ഒരു 10-50 സെക്കൻഡ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് പിന്നെ ADGP പിന്നെ അജിത് കുമാർ ഈ പറയുന്ന ദത്താത്രേയ ബസവല്ലയായിട്ട് കണ്ടിട്ടുണ്ടേ, തെളിവ് അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാണെന്നും പറഞ്ഞു. അത് അൻവറിന്റെ ഭാഷയെ പറഞ്ഞാൽ അൻവർ വെളിപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് അറിഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം. അന്ന് മാധ്യമങ്ങൾ കൊട്ടിക്കുഴിച്ച് തന്നെ പിണറായി വിജയൻ ടാർഗറ്റിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, എന്നെ ബ്രേക്ക് ചെയ്യരുത് പെട്ടെന്ന് തീർക്കും. അന്ന് തന്നെ പറഞ്ഞേ VD സതീശൻ പറഞ്ഞിരിക്കുന്നു അത് ആ കൂടിക്കാഴ്ച കണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ്, അദ്ദേഹത്തിന്റെ മകളെ എക്സാജോളജിക് എന്ന് പറയുന്ന കമ്പനി SFIയോട് ഒരു അന്വേഷണത്തിന് രക്ഷിക്കാനാണ്, ലാവ്ലി കേസ് നോക്കി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൂതനായിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ മുഴുവൻ ആ ഒരു ദിവസം മുഴുവൻ അത് പ്രചരിപ്പിച്ചു. ബ്രേക്കിംഗ് ആയിട്ടും ന്യൂസ് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അത് അതേപടി നിഷേധിച്ചിരിക്കുന്നു VD സതീശൻ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് MR അജിത് കുമാറിനെ ഈ ഗൊസവല്ലയുമായിട്ടുള്ള കൂടിക്കാഴ്ച പറഞ്ഞിട്ടില്ല എന്നത് 2 പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അത് അങ്ങനെയൊന്നും ബ്രേക്ക് ചെയ്യരുത്. അത് എന്നിട്ട് ഹൈലൈറ്റ് ചെയ്തു ലോക മലയാളിയുടെ മുമ്പിൽ. നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടി ശക്തമായി അത് ആവർത്തിച്ചു. സാറേ, ഇന്ന് ആവർത്തിച്ചു. ഒരു മുഖ്യമന്ത്രി അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇന്നും സതീശൻ പറയുകയാണ് അദ്ദേഹം പിണറായി വിജയനല്ല, പൂരം കലക്കി വിജയനാണ്. ഇന്നും ആവർത്തിക്കുക, ഒരു മുഖ്യമന്ത്രി അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് എന്റെ നിലപാട് ആവർത്തിക്കുക. സാറേ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ അതിനെ കയറി ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങൾ മാറ്റണ്ട. അദ്ദേഹം ഇന്നലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് എന്താ, പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് ഈ അജിത് കുമാർ ഈ ഗൊസവല്ലയെ കണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂരം കലക്കി വിജയൻ അത് പറഞ്ഞു, അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് അതായത് ചില മാധ്യമങ്ങൾ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയി കണ്ടു എന്നുള്ളത് ലോക മലയാളിയുടെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ സതീശനെ നിശ്ചയിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഹൈലൈറ്റ് കൊടുത്തു, അവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തില്ല. പറഞ്ഞു അത് സതീശൻ എവിടെ നിഷേധിച്ചു? എവിടെ നിഷേധിച്ചു? സജി ഇല്ല, നിഷേധിച്ചിട്ടില്ല. സജിയുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒരു പത്രക്കട്ടിങ്ങോ വല്ലതുണ്ടോ? ഇല്ലെന്നേ. അതങ്ങനെ നിഷേധിച്ചാൽ വലിയ വാർത്തയാവില്ലേ സാർ? നിഷേധിച്ചില്ലെന്നേ. മാത്രമല്ല ഇന്ന് ആവർത്തിക്കുകയാണ്. ഇന്നും ഈ പറഞ്ഞ SFIO കേസൊക്കെ പറഞ്ഞ് ആവർത്തിക്കുകയാണത്. SFIO അന്വേഷണം എവിടെ പോയി? റെജി ലൂക്കോസ്, ഇനിയിപ്പോ നമ്മൾക്ക് ഈ ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ കാതൽ? അത് വളരെ ലളിതമാണ്. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ BJPക്ക് 2 സീറ്റ് നൽകുക എന്ന ഒരു രാഷ്ട്രീയ ധാരണ അതിനകത്തുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പൂരം കലക്കൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ആരോപണത്തിൽ നിന്ന് VD സതീശൻ പിന്നാക്കം പോയിട്ടില്ല. ലളിതമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിലൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല ഇന്നലെ അദ്ദേഹം പിണറായി വിജയന്റെ ദൂതനായിട്ട് അല്ല അദ്ദേഹം പോയെന്നുള്ള അദ്ദേഹം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കയ്യിലുണ്ട്, ആ വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എടുത്ത് കാണിക്കാമല്ലോ. ഇനി ഞാനൊന്നും പറയാം. ബഹുമാനപ്പെട്ട VD സതീശൻ ഉണ്ട് സാറേ. അദ്ദേഹം മാധ്യമങ്ങളുടെ പരസ്യമായിട്ട് പറഞ്ഞ, ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ദൂതനായിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളത് കേൾക്കുകയല്ലോ. നിങ്ങൾ ചില മാധ്യമങ്ങളത് കേൾക്കത്തില്ല. അത് VD സതീശൻ പറഞ്ഞത് പ്രത്യേക ദൂതുമായിട്ടാണ് ADGP പോയതെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡീലാണ് നടന്നത് എന്നുമാണ്. അതല്ല എന്ന് താങ്കൾ തെളിയിക്കും. അങ്ങനെയാണ് VD സതീശൻ പറഞ്ഞത്. താങ്കൾ എന്തോ ഉറക്കത്തിൽ കേട്ടതാണ്. സാറേ അദ്ദേഹം നിങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പിയത്, അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ അന്ന് ആദ്യം ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കറക്റ്റാണ്. അത് നിഷേധിച്ചു ഇന്നലെ ബഹുമാനപ്പെട്ട VD സതീശൻ. ഞാൻ ഒരു അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെന്നേ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നിഷേധിച്ച കാര്യം കൈരളി ടിവിയിലെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെ അങ്ങ് നിഷേധിച്ചല്ലേ വരൂ. ഇന്ന് ആവർത്തിക്കുകയാണ്. വന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ടെങ്കിലും കാണിച്ചു. അത് ലൈവായിട്ട് കാണിച്ചതാ. ചിലപ്പോൾ പഴയ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം ഇപ്പോഴത്തെ ഒന്നും അല്ല. ശരി നമുക്ക് എന്തായാലും